എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. കേരളത്തിൽ വരുന്ന ഓരോ സഞ്ചാരിയും നമ്മുടെ കേരളത്തിലോട്ട് വരുന്ന രീതിയിലായിരിക്കില്ല പുറത്തോട്ട് പോവുക. വളരെയധികം സന്തോഷവാനായിട്ടായിരിക്കും പുറത്തോട്ട് പോവുക. കാരണം അവർ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ അവർക്ക് ലഭിച്ചു എന്ന ഒരു തോന്നൽ അവർക്ക് വരും. കാരണം അത്രയും അധികം കാഴ്ചകളാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത്. ചിലർ അത് വെറുതെയാണെന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലോട്ട് വരുമെങ്കിലും നമ്മുടെ കേരളത്തിലെ കാഴ്ച കണ്ട് അവർ അന്തം വിട്ടു പോകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന, ഒരിക്കലും പറ്റാത്ത ഒരു അക്ഷയ പാത്രം തന്നെയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ഒരിക്കലും മാറുകയില്ല. പക്ഷേ എങ്കിൽ നമ്മൾ മലയാളികളാണ് നമ്മൾ ലോകത്തിലെ ഏത് കോണിൽ പോയി നോക്കുകയാണെങ്കിലും അവിടെ മലയാളികളെ കാണാൻ കഴിയും. നമ്മുടെ കേരളത്തെ വിട്ട് അവർ പണം സമ്പാദിക്കാൻ വേണ്ടി പോയവരാണ് അവർ. പക്ഷേ എങ്കിൽ അവർക്ക് ഒന്നറിയില്ല, മാമലകൾക്കപ്പുറത്ത് മരതകമുണ്ടെടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. ഇതായിരിക്കും അവരുടെ മനസ്സിൽ എപ്പോഴും വരുന്ന കാര്യമെന്ന് പറയുന്നത്. കാരണം അവർക്ക് കേരളത്തിലുണ്ടായിരിക്കുമ്പോൾ അതിൻ്റെ വില അറിയുകയില്ല. പക്ഷേങ്കിൽ കേരളത്തിൻ്റെ പുറത്തു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കുറേ മരുഭൂമിയും ഇടയ്ക്കിടയ്ക്ക് ചെറിയ മരങ്ങളുമൊക്കെ ആയിരിക്കും. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവർ വളരെയധികം ഭാഗ്യവാന്മാരാണ്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് എല്ലാം കൂടി ഒന്നായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം മലനിരകളും മരങ്ങളും പുഴകളും കായലുകളും ഭക്ഷണം എന്തിനേറെ കലകൾ വരെ നമ്മുടെ കേരളത്തിൽ പ്രശസ്തമാണ്. നമ്മൾ കേരളത്തിൽ സന്ദർശിക്കാൻ പറ്റിയ പല ഇടങ്ങളിലും ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ആലപ്പുഴ ജില്ല തന്നെയാണ്. കാരണം കായൽ തീരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ആലപ്പുഴ ജില്ല സന്ദർശിക്കാതെ ഇവിടെ വരുന്ന ഒരു സഞ്ചാരിയും പോകാൻ പാടില്ല. അവിടുത്തെ ഹൗസ് ബോട്ടും ഒക്കെ ആസ്വദിച്ച് വേണം നമ്മുടെ കേരളം ആസ്വദിക്കാൻ. അതുമാത്രമല്ല, അവിടെ നിന്ന് കുട്ടനാട്ടോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വിരിഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളുമൊക്കെ കാണാൻ വളരെയധികം ഭംഗി തന്നെയാണ്. അതിനുശേഷം വയനാടാണ്. പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടം തന്നെയാണ് വയനാട്. വയനാട് ചുരമൊക്കെ കയറുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തന്നെയായിരിക്കും ലഭിക്കുക. അത് നമ്മൾ ഈ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ മാത്രമല്ല മുൻപോട്ട് നിൽക്കുന്നത്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും കോഴിക്കോടിനെ വെല്ലാൻ നമ്മുടെ കേരളത്തിൽ വേറെ ജില്ല വളർന്നിട്ടില്ല. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോഴിക്കോടൻ ഹൽവ, കോഴിക്കോടൻ ബിരിയാണി, ഇതാണ് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ബിരിയാണി എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ബീച്ചുകളുടെ കാര്യത്തിലും കോഴിക്കോട് മുൻപന്തിയിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ കണ്ണൂരിലോട്ട് വരികയാണെങ്കിൽ കലകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ജില്ല തന്നെയാണ് കണ്ണൂർ. കാരണം നമ്മുടെ തെയ്യം പോലുള്ള കലാരൂപങ്ങൾ കാണാൻ വേണ്ടി മാത്രം പല സഞ്ചാരികളും നമ്മുടെ കേരളത്തിലെത്തുന്നു. അതുമാത്രമല്ല, അങ്ങനെ കലകൾ കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും ഭക്ഷണം കൊണ്ടും, ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തലശ്ശേരി ബിരിയാണി, കോഴിക്കോട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായ ഒന്നാണ് തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഡാമുകളാണ്. ഇടുക്കി ഡാമും നമ്മുടെ കേരളത്തിൽ സന്ദർശിക്കേണ്ട ഒരിടം തന്നെയാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ നമുക്ക് പല ഇടങ്ങളും സന്ദർശിക്കാൻ പറ്റിയ ഇടങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. നമ്മുടെ കേരളത്തിലെ പ്രകൃതി ഭംഗി ഒരിക്കലും പറ്റാത്ത ഒന്ന് തന്നെയാണ്. എത്ര വന്ന് കണ്ടാലും മതിയാവാത്തത്ര ഭംഗിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്.
അപ്പോൾ ഇത്രയും പറഞ്ഞ ഇടങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ കാണാതെ പോയാൽ നമുക്ക് വരുന്ന സഞ്ചാരികൾക്ക് വളരെയധികം നഷ്ടമായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.